രഹസ്യങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല എന്ന പ്രയോഗം നമ്മുടെ നാട്ടിൽ പരക്കെ പറഞ്ഞു കേൾക്കുന്ന ചില വാക്കുകളാണ്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ എത്ര സഹനശക്തിയുള്ള ആളാണെങ്കിലും അളമുട്ടിയാൽ ഒടുവിൽ പ്രതികരിക്കും എന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരിക്കൽ പ്രതികരിച്ചു. അയാളുടെ 84 വയസ്സിനിടയ്ക്കുള്ള ആദ്യ പ്രതികരണം. ഈ പ്രതികരണം കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരു കൊടും പാതകത്തിലേക്കായിരുന്നു. അയാൾ തൻ്റെ ഭാര്യയെയും മകനെയും വെട്ടി കൊലപ്പെടുത്തി. ഈ സംഭവത്തിന് പിന്നിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു. ആ 84-കാരൻ അനുഭവിച്ച മാനസിക ദുഃഖം, അതിൽ അയാളുടെ കുടുംബാംഗങ്ങൾക്കുള്ള പങ്ക്, ഇവയെല്ലാം ഇവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഈ എപ്പിസോഡിലൂടെ ഒരുപാട് ചോദ്യങ്ങളുമായി ഞങ്ങൾ യാത്രയാവുകയാണ്. അങ്കമാലി കറുകുറ്റി ഗ്രാമത്തിലേക്ക് ഒരു അന്വേഷണ യാത്ര. നിർവികാരതയോടെ പോൾ നടന്നു. ആ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. ദേഷ്യവും സങ്കടവും ഭീതിയുമൊക്കെ കൂടി കലർന്ന വികാരങ്ങൾ. അയാൾ ആരുടെയും മുഖത്തേക്ക് നോക്കിയില്ല. ആരെയും അഭിമുഖീകരിക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ആളുകൾ സഹതാപത്തോടെ തന്നെ നോക്കുന്നത് ഇടയ്ക്കിടെ അയാൾ കണ്ടു. പോളച്ചായ എന്ന് നീട്ടി വിളിച്ച നാട്ടുകാർ, ബന്ധുക്കൾ, എല്ലാവരുടെയും ദൃഷ്ടി തന്റെ മേലാണെന്ന് ആ വൃദ്ധന് മനസ്സിലായി. വർദ്ധിച്ച സ്നേഹത്തോടെ തന്റെ അടുക്കലേക്ക് വന്നിരുന്ന നാട്ടുകാർ ഇപ്പോൾ പേടിയോടെ തന്നെ നോക്കുന്നു. പോളെന്ന 84-കാരൻ നാട്ടുകാർക്കൊക്കെ അത്രയ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. വന്ന പോലീസുകാർ പോലും ആ ചുറ്റുമുള്ള ആളുകളോടൊക്കെ ചോദിച്ചിട്ട് അത്ഭുതമാണ് അവർ പോലീസുകാർ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഈ മനുഷ്യനെ പറ്റിയിട്ട് ഒരാൾക്കൊരു അതിർത്തിയില്ല, പറയാനില്ല. അങ്ങനെയാണ് സംഭവം നടന്നത്. ആ യാദൃശ്യമായിട്ടാണ്. ഞങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനത് ചെയ്യേണ്ടിയില്ലായിരുന്നു. എവിടെയെങ്കിലും പോയി ഒഴുകി പോയെങ്കിൽ മതിയായിരുന്നു. ആ ഒരു പെട്ടെന്നുള്ള ഒരു സംഭവം ആ ഒരു നിമിഷത്തിൽ അയാൾക്ക് പറ്റിയ ദുർബല നിമിഷത്തിൽ അയാൾക്ക് പറ്റിയതാ. അല്ലെങ്കിൽ അയാൾ അത്രയ്ക്ക് സഹിച്ചാണ് മനുഷ്യൻ. നിരത്തിക്കിടത്തിയിരിക്കുന്ന 2 മൃതദേഹങ്ങൾ. ഒരു പെട്ടിയിൽ 74-കാരി മേരി, മറ്റേ ശവപ്പെട്ടിയിൽ 54-കാരൻ തോമസ്. അമ്മയും മകനും ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് യാത്രയായി. അങ്ങ് വിദൂരതയിലെ നക്ഷത്രക്കൂട്ടങ്ങളിൽ അവർ ചേക്കേറി. തോമസിന്റെയും അമ്മയുടെയും ശരീരങ്ങൾ മറവു ചെയ്യാനുള്ള അന്ത്യശുശ്രൂഷകൾ ആരംഭിച്ചു. സമയമാം രഥത്തിൽ ഞാൻ അന്ത്യയാത്ര ചെയ്യുന്ന ഗാനം വായുവിൽ അലയടിച്ചു. കന്യാസ്ത്രീകളോടൊപ്പം കൂടി നിന്നവരും മരണഗാനം ഏറ്റുപാടി. പോളിന്റെ ഭാര്യയും മകനെയും അവസാനമായി ഒരു നോക്ക് കാണുവാനുള്ള ചില നിമിഷങ്ങൾ. പള്ളിയിലൊക്കെ പോണ ഇവരുടെ ബോഡിയൊക്കെ മരിച്ചു കഴിഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്നല്ലോ. ആ സമയത്ത് ഇങ്ങേര് ശരിക്കും ഒരു അപ്പനായി. ഭാര്യയുടെയും മാൻ്റെയും ബോഡിയൊക്കെ കണ്ട പുള്ളി ശരിക്കും വിങ്ങി പൊട്ടിയെന്നാണ്. എൺപത്തിനാലുകാരൻ വേച്ച് ആ മൃതദേഹങ്ങൾക്കരികിലെത്തി. 2 പേരും തനിക്കൊരുപോലെ വേണ്ടപ്പെട്ടവർ. ഒരാൾ തന്റെ ഭാര്യ, മറ്റേത് തന്റെ രക്തത്തിൽ ജനിച്ച മകൻ. രണ്ടുപേരെയും തന്റെ കൈകൊണ്ട് തന്നെ കൊന്നുകളഞ്ഞു. തല തല്ലിപ്പൊളിച്ചു തന്നെ 2 പേരെയും കൊന്നു. തോമസിനെ കൊല്ലാൻ കുറെ സമയമെടുത്തു. എന്നാൽ ഒറ്റ വെട്ടിന് തന്നെ മേരിയുടെ ശ്വാസം നിലച്ചു. ആരോഗ്യവാനായ മകനെ കൊല്ലാൻ 8 വെട്ടോളം വെട്ടേണ്ടി വന്നു. കൊല്ലാൻ തന്നെയാണ് വെട്ടിയത്, കൊന്നു, അതുമാത്രമറിയാം. ജീവിതത്തിൽ ആദ്യമായി ചെയ്ത ഒരേ ഒരു പാപം, അത് ഒരു കൊടും പാതകമായി പോയി. അപ്പോൾ 2 പേർ 2 മുറിയിലാണ് കിടന്നിരുന്നത്. അങ്ങനെ രാത്രി 1:30 മണിക്ക് ഏതാണ്ട് 1.5 കിലോ വെയിറ്റുള്ള ഒരു കമ്പിപ്പാര
ഇത് 85 വയസ്സ് പ്രായമുള്ള ആളാണെങ്കിൽ പോലും 1.5 കിലോ വെയിറ്റുള്ള കമ്പിപ്പാരായതുകൊണ്ട് അതിന് പെട്ടെന്ന് തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ആ അടിയുടെ ഫോഴ്സ് ഇദ്ദേഹം വിചാരിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു. പിന്നെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അടിച്ചിരിക്കുന്നത്. കാരണം മകൻ്റെ മുഖത്ത് മാത്രം ഏതാണ്ട് 5ഓളം വളരെ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യയുടെ തലയിലും മുഖത്തും കഴുത്തിൻ്റെ പിറകിലുമായും ഏതാണ്ട് 5-6ഓളം മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കമ്പിപ്പാര വളരെ ശക്തമായി അടിക്കുകയും കുത്തുകയും ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് അവർ അവിടെ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് പ്രതി ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയത്. രണ്ടു മൃതദേഹങ്ങളെയും മാറി മാറി അയാൾ നോക്കി. ജീവിതത്തിൽ ആദ്യമായി ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ 84 വയസ്സിനുള്ളിൽ ആദ്യമായി അയാൾ നെഞ്ചുപൊട്ടി കരഞ്ഞു. പലവട്ടം അയാളുടെ കൈകൾ മൃതദേഹത്തിൽ സ്പർശിച്ചു. ഒരു കുടുംബനാഥന്റെ സ്നേഹവായ്പകളുടെ രംഗങ്ങളാണ് പിന്നീട് അവിടെ അരങ്ങേറിയത്. കണ്ടുനിന്നവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലുകൾ പൊട്ടി ഒഴുകി. ഒരു കൊലപാതകിയുടെ പശ്ചാത്താപം നിറഞ്ഞ കുമ്പസാരം. ശാന്തമാ. ഒരു ജീവിതം മുഴുവൻ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട പോളച്ചൻ ഒടുവിൽ കൊലപാതകിയായി. പോളച്ചൻ കൊലപാതകിയായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അയൽവാസി മോഹനൻ നായരുടെ അഭിപ്രായം ഇതായിരുന്നു. അമ്മാതിരി തോന്നിയാസങ്ങളല്ലേ തള്ളേ മോനും കൂടി ആ വൃദ്ധനോട് ചെയ്തു കൂട്ടിയത്. ജോസഫും ഒപ്പം കൂടി. വെറും പട്ടിയേക്കാളും കഷ്ടമായിരുന്നു അയാളുടെ ജീവിതം. ദിവസങ്ങളോളം പട്ടിണിക്കിടും. മകൻ അപ്പനെ അടിക്കും. എന്തൊക്കെ തോന്നിവാസങ്ങളാ ഈ വീട്ടിൽ നടന്നത്. പോളിനെ ന്യായീകരിക്കാനുള്ള വാദപ്രതിവാദങ്ങൾ മുറുകി. നിർനിമേഷനായ ആ വൃദ്ധൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. തന്നെ മനസ്സിലാക്കുന്ന ചിലരെങ്കിലും ഉണ്ടല്ലോ എന്ന ആശ്വാസം അയാളിൽ വന്നു. പിന്നെ അയാൾ തിരിഞ്ഞു നടന്നു. തന്നെ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന പോലീസ് വണ്ടിയെ ലക്ഷ്യമാക്കി അയാൾ നീങ്ങി. ഇനി ഒരു തിരിച്ചുവരവില്ല. എല്ലാവരെയും അയാൾ ഒരിക്കൽ കൂടി നോക്കി. പോലീസ് വാഹനം ആ വൃദ്ധനെയും വഹിച്ചുകൊണ്ട് അതിവേഗം പാഞ്ഞു. പുള്ളിനെ ഒറ്റപ്പെടുത്തലും സ്വന്തം മക്കളായാലും ഭാര്യയായാലും ആ രീതിക്കല്ല പുള്ളിയുടെ ചിലവിൽ കണ്ടോണ്ടിരിക്കണേ. പുള്ളിയുടെ ചിലവിൽ കഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ ആ രീതിക്കല്ല കഴിയുന്നത്. പക്ഷെ അവർ ഇങ്ങനെ ഒത്തിരി മർദ്ദിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പരിസരം. അത് അയൽവാസികൾക്കെല്ലാം വ്യക്തമാണ്. ഈ 84 വയസ്സിനിടയ്ക്ക് വൃദ്ധൻ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പൊതുവായ ഭാഷ്യം. അയാൾ ആദ്യമായും അവസാനമായും ചെയ്ത കൊടും പാപം ഇതായിരുന്നു. എന്തായിരിക്കാം ഇയാളെ ഇതിന് പ്രേരിപ്പിച്ച ഘടകം? കാണാം തുടർന്നുള്ള കാഴ്ചകൾ. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. കറുകുറ്റി ഗ്രാമം ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ടില്ല. എന്നാൽ പോളിന്റെ വീട്ടിൽ ഉറക്കം തെളിഞ്ഞു. പോളാണ് ആദ്യം എഴുന്നേൽക്കുന്നത്. ഈ 84 വയസ്സിനിടയ്ക്ക് മുടങ്ങാത്ത ഒരേ ഒരു ദിനചര്യ. വിശാലമായ കൃഷിയിടങ്ങളിലേക്കുള്ള യാത്രയാണ് പിന്നീട്. കഠിനാധ്വാനിയായ പോളിന് എന്നും അധ്വാനമായിരുന്നു കൂട്ട്.
റെയിൽവേയിൽ നിന്നും വിരമിച്ചതിനു ശേഷം കൃഷികാര്യങ്ങളിൽ വ്യാപൃതനായി. പണത്തിന്റെ മൂല്യമറിഞ്ഞ പോൾ പണം ചെലവാക്കുന്നതിൽ പിശുക്ക് കാട്ടി. അതാണ് അയാളുടെ ഒരേ ഒരു പോരായ്മ. പിശുക്കൻ പോൾ എന്ന പേര് പോലും അങ്ങനെ കിട്ടി.